ഏവൂർ എന്ന് പറയുന്ന സ്ഥലം എവിടെ? ഏവൂരോ? അതങ്ങ് ദൂരെയാ. അതെ, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇന്ന് അവിടം വരെ ഒന്ന് പോണം. താമസിക്കണ്ട. നമ്മൾ ഇന്ന് ഏവൂരോട്ട് പോവാണ് കേട്ടോ. പോകുന്ന വഴി ഹോസ്പിറ്റലിൽ ഒന്ന് കയറേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ ഒന്ന് കയറി പിന്നെ അവിടെ നിന്ന് ഒരു ഷൂ മേടിക്കണമെന്ന് വിചാരിച്ച് ചാരുമൂട്ടിലോട്ട് പോയതാണ്. ചാരുമൂട്ടിൽ ചെന്നപ്പോൾ അവിടെ ചെരുപ്പ് മേള നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ അവിടെ ഒന്ന് കയറി. ഒരുപാട് കമ്പനികളുടെ ചെരുപ്പുകൾ നല്ല വിലക്കുറവ് ലഭിക്കും കേട്ടോ ഇവിടെ. ലേഡീസിൻ്റെ ഒക്കെ ചെരുപ്പിനാണെങ്കിൽ നല്ല കളക്ഷനും ഉണ്ട്, അതുപോലെ തന്നെ നല്ല വിലക്കുറവുമാണ്. ചാരുമൂട്ടിൽ മുണ്ടുകടയുടെ അപ്പുറത്താണ് കേട്ടോ ഈ ചെരുപ്പ് മേളയുടെ ലൊക്കേഷൻ വരുന്നത്. എനിക്ക് ഷൂ മേടിക്കാനാണ് കയറിയത്. അവസാനം ഇച്ചുവിനാണ് നമ്മൾ അവിടുന്ന് ഷൂ മേടിച്ചത്. പിന്നെ നമ്മൾ അവിടുന്ന് പോയത് നേരെ ഏവൂരോട്ടാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഏവൂര് പെങ്ങടെ വീട്. ഈ 2 ഉറിയാട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് നേർച്ചയായിട്ട് കിട്ടുന്നത്. നമ്മളിത് നിറച്ചിരിക്കുന്നത് വെണ്ണയും നെയ്യും മുട്ടായിയും അങ്ങനെ പല പല സാധനങ്ങളും ഉണ്ട് കേട്ടോ. അവിടുന്ന് സദ്യ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ അമ്പലത്തിനടുത്തോട്ടാണ് പോയത്. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ അമ്പലത്തിൻ്റെ പരിസരത്ത് അടുക്കാൻ പോലും പറ്റത്തില്ല കേട്ടോ, കാരണം അതുപോലെ ജനമായിരിക്കും. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ അമ്പലത്തിനടുത്തേക്ക് ഒന്ന് പോയി കറങ്ങി വന്നേ. അമ്പലത്തിന് മുന്നിൽ രാവിലെ തന്നെ ഒരുപാട് ഉറികളൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അതിലൊരു മയിൽപ്പീലി വെച്ച ഉറിയുണ്ട്, ഞാൻ നിങ്ങളെ കാണിക്കാം. അതെനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടെ. അമ്പലത്തിന് വെളിയിൽ നടപ്പന്തലിൻ്റെ പണിയൊക്കെ നടക്കും കേട്ടോ. നമ്മുടെ ഗുരുവായൂർ മോഡൽ പണിയൊക്കെയാണ് നടക്കുന്നത്. പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും സൂപ്പറായിരിക്കും അവിടെ കാണാം. ആ കുളത്തിൻ്റെ അപ്പുറത്ത് കാണുന്ന ആനയാണ് കേട്ടോ നമ്മുടെ ഏവൂർക്കണ്ണൻ. ആള് നല്ല മതപ്പാടില്ല, അതുകൊണ്ട് നമുക്ക് ആ പരിസരത്തോട്ട് പോലും പോകാൻ പറ്റത്തില്ല. ഈ ഇരിക്കുന്ന സ്കൂട്ടർ ഇല്ലേ, അതവിടെ എന്തോ ഒരു കാര്യത്തിന് സമ്മാനമായിട്ട് കൊടുക്കാൻ വെച്ചിരിക്കുന്നതാണ്. ബാക്കി ഉറിയുടെ വിശേഷങ്ങളും ഉത്സവ കാഴ്ചകളും ഒക്കെ അടുത്ത വീഡിയോയിൽ കാണാവേ.